Good afternoon. Good afternoon, ma'am. 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 Good afternoon. നിങ്ങള് ഗ്രൂപ്പിൽ ഓരോ ലീഡേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ. ആരാണ് ലീഡർ MT5-ലെ? ലീഡർ ഒന്നില്ല, കോർഡിനേറ്റേഴ്സ് ഒരു 5 ആള് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതന്നെ ഉദ്ദേശിച്ചേട്ടോ ലീഡർ. ആ, അങ്ങനെ 5 ആളെ തെരഞ്ഞെടുത്തിരുന്നു. ഫാത്തിമ ഉണ്ടോ? ആ, ഞാൻ അതിലൊരാളാണ്. കുറച്ചുപേരും കൂടി വരട്ടെ കേട്ടോ. നിങ്ങൾ ഏതാ എടുത്തോണ്ടിരുന്നത്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അല്ലേ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് അത് കഴിഞ്ഞു. ഇന്റലക്ച്വൽ എടുത്തിട്ടില്ല. ഇവിടെ പോയി എല്ലാവരും. ഒരുപാട് പേര് ട്രെയിനിങ്ങിന് പോണില്ലേ, ചിലപ്പോ അതാവും. ആണോ? ഓക്കെ, പ്രയർ സ്റ്റാർട്ട് ചെയ്തോളൂ. പ്രയറിന് മീര വന്നിക്കണോ? മീര ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാം. മീര ചേച്ചി ട്രെയിനിങ് ചൊല്ലിക്കോ. ഓക്കെ. മിസ് കഴിഞ്ഞ പ്രാവശ്യം മലയാളം
പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ മലയാളം പ്രയറാണ് ചെല്ലാതിരിക്കുന്നത്. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു. Okay, good afternoon to all. Thought of the day. Sign ചെയ്യുന്ന ആരാ? Tina. Every successful person has a painful story. Every painful story has a successful ending. വിജയിച്ച ഓരോ വ്യക്തിക്കും വേദനജനകമായ ഒരു കഥയുണ്ട്. വേദനജനകമായ ഓരോ കഥയ്ക്കും വിജയകരമായ ഒരു അന്ത്യവുമുണ്ട്. സൈൻ ഇൻ ടീന. Okay. ഒക്കെയാണ് എല്ലാവർക്കും സുഖമായിരിക്കണോ? സുഖായിരിക്കണേ. പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പണികളൊക്കെ കഴിഞ്ഞു. എന്താണ് സ്പെഷ്യല്? സ്പെഷ്യൽ എന്താ, സാധാ ചോറും കറിയും. പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല. ഫാത്തിമയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയോ? എനിക്ക് ഒരുവിധം എല്ലാ ഫുഡും ഉണ്ടാക്കാൻ അറിയാം. ഫാത്തിമയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് ചോദിക്കാൻ പോലും പാടില്ല അല്ലേ? ആ ശരിയാണ്. പിന്നെ നമ്മളുടെ മറ്റേ കുട്ടി എവിടെ? പേര് മറന്നുപോയി. റിഷാന. ഷാന. ഷാനാണോ? അബ്ബാസ്. ആ അബ്ബാസ് ഷാക്കിർ. ഞാനിവിടെ തന്നെ ഉണ്ട്. ഞാൻ മല വീട്ടിക്ക് വിരുന്ന് വന്നിക്കുക. അപ്പൊ ഞാൻ ഓഫ് ആക്കിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കാം. ആ സൗണ്ട് ദിവസം കേൾക്കാൻ ഞാൻ ക്ലാസ്സിന് രസമില്ല. പേര് എനിക്കിപ്പോഴും അറിയില്ല. എന്താണ് ആ സൗണ്ട് ദിവസം കേൾക്കാൻ ഞങ്ങൾക്ക് തന്നെ ഒരു സുഖമില്ല എന്ന് പറയാം. നമ്മള് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുത്തു കഴിഞ്ഞു അല്ലേ? തിയറീസ് ഒക്കെ പറഞ്ഞു തന്നല്ലേ? പറഞ്ഞു മിസ്. നെക്സ്റ്റ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ഭൗതിക വികസനം. കുട്ടികളുടെ ബുദ്ധിപരമായിട്ട് എന്തെല്ലാം വികാസനങ്ങളാണ് ഒരു സ്റ്റേജസിൽ ഉണ്ടാവുന്നത്? ഓക്കെ, നമ്മള് പിയാഷയുടെ ഒരു തിയറിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? പിയാഷയുടെ തിയറി അല്ലേ പഠിച്ചത്? 4 സ്റ്റേജസ് പഠിച്ചത്.
ജെറോമസ് ബ്രൂണോ? ജെറോമസ് ബ്രൂണർ അല്ലേ ജെറോമസ് പറഞ്ഞത് ബ്രൂണർ. കഴിഞ്ഞ പ്രാവശ്യം? സോറി എനിക്ക് മാർക്ക് പോയതാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ നമ്മൾ അതിലൊരു സ്റ്റേജ് പഠിച്ചിരുന്നു അല്ലെ? എന്ത് സ്റ്റേജാണ് മൂന്നാമത്തെ സ്റ്റേജ് പഠിച്ചത്? സിംബോളിക് സ്റ്റേജ്. സിംബോളിക് സ്റ്റേജോ ആണോ? മൂന്നാമത്തെ അതല്ലേ? മാത്രം പറഞ്ഞു തന്നിട്ടുള്ള നമ്മൾക്ക് ഫസ്റ്റത്തെ ഇനാക്റ്റീവ് സ്റ്റേജ്, സെക്കൻഡ് ഐക്കോണിക് സ്റ്റേജ്, തേർഡ് സിംബോളിക് സ്റ്റേജ്. ശരി. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജ് ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ലേ? അപ്പൊ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ സ്റ്റേജ് പറഞ്ഞു തന്നിട്ടില്ലല്ലോ? നോ മാം. വേറെ ക്ലാസ്സിലാണ് കേട്ടോ, അതാണ് മാറിപ്പോയത്. അപ്പൊ നമ്മുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിനും 4 സ്റ്റേജസ് പറയുന്നുണ്ട്. അത് 4 സ്റ്റേജസ് ഇവിടെ കൊടുത്തിട്ടില്ല, ഇവിടെ ഒരു സ്റ്റേജ് മാത്രം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ PDF-ലെ ഒരു സ്റ്റേജസ് മാത്രമേ പിയാഷെയുടെ കൊടുത്തിട്ടുള്ളത്. അത് ഓപ്പറേഷണൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞൊരു ക്രിയേറ്റീവ് ഡെവലപ്മെന്റിന്റെ ഒരു സ്റ്റേജ് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. പക്ഷെ എങ്കിലും നിങ്ങൾ ആ തിയറിയിലെ ബാക്കി 3 സ്റ്റേജും കൂടി നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം. ഓക്കെ പറഞ്ഞു തരാം. നിങ്ങള് ഞാനത് ഇവിടെ പറഞ്ഞു എന്നാണല്ലോ തോന്നുന്നേ, ഓർമ്മയില്ല നിങ്ങൾക്ക്? പറഞ്ഞിട്ടില്ല. പ്രീ ഓപ്പറേഷൻ ഞാൻ പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. അത് എടുത്തിട്ടില്ല? മാം, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്താന്ന് പറഞ്ഞിട്ടില്ല. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ ഒക്കെ നമുക്കൊരു ഡെഫിനേഷൻ പഠിക്കാം. ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടില്ല ഇവിടെ പറയുന്നത് ആ പാരാഗ്രാഫില്. അതൊന്ന് ഒരാൾ വായിച്ചേ. ഫസ്റ്റ് പാരാഗ്രാഫ് ഒരാൾ വായിച്ചേ. ഡ്യൂറിംഗ് ലേറ്റർ ചൈൽഡ്ഹുഡ് വായിച്ചേ. During later childhood, into വായിക്കുന്നുണ്ടോ? വായിച്ചോ ഫാത്തിമ. During later childhood, children enter into Piaget's concrete operational stage of creative development. They being to think logically but are unable to think in abstract term. Children developed power of observation, attention, reasoning, and abstracting. They can focus on more than one aspect of a situation and can universally experience what happened around them. ഓക്കെ, അപ്പൊ എന്താണ് ഭൗതിക വികാസം അല്ലെ? എങ്ങനെയാണ് ഭൗതിക വികാസം കുട്ടികൾ ഉണ്ടാകുന്നത്? നമ്മുടെ പിയാഷെയുടെ സൈക്കോളജിസ്റ്റിന്റെ ഒരു സ്റ്റേജ് മാത്രം ഇവിടെ പറയുന്നുള്ളൂ. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞ സ്റ്റേജിനെ മാത്രം ഇവിടെ മെൻഷൻ ചെയ്യുന്നു. ആ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികള് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. അതായത് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികള് യുക്തിപരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം അല്ലെ? കുഞ്ഞുങ്ങളെ യുക്തിപരമായി ചിന്തിക്കാൻ ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ എന്തൊക്കെയായിരിക്കും? ചിൽഡ്രൻസ് ഡെവലപ്സ് പവേഴ്സ് ഓഫ് ഒബ്സർവേഷൻ അല്ലെ? അവർ ഒബ്സർവ് ചെയ്യാൻ ആരംഭിക്കുന്നു. അവർക്ക് കൃത്യമായ അറ്റൻഷൻ ഉണ്ടാവും. റീസണിങ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ്, ക്രിയേറ്റീവായിട്ട് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നു. യുക്തിപരമായിട്ട് ഒബ്സർവ് ചെയ്ത് യുക്തിപരമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജസ് ആണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്റലക്ച്വലി എന്ന് പറയുമ്പോൾ കുട്ടികളിൽ നടക്കുന്ന ബുദ്ധി വികാസമാണ് അല്ലെ? ബുദ്ധിപരമായിട്ട് അവർ ചിന്തിക്കാൻ ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഓക്കെ, അപ്പൊ പ്രധാനമായും അവർ എന്ത് ചെയ്യുന്നു? ഒബ്സർവ് ചെയ്യുന്നു, അറ്റൻഷൻ ഉണ്ടായിരിക്കും, റീസണിങ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ് ആയിരിക്കും ആ കുട്ടികളില് ആ ഒരു സ്റ്റേജസിൽ കടന്നു പോകുന്നത്. They can focus on more than one aspects of a situation and can universally experience what happens around them. എന്താണ് അവരെങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഒരു ആസ്പെക്ട്സിലേക്ക് മാത്രമല്ല, അവരുടെ ചുറ്റുമുള്ള എല്ലാ ആസ്പെക്ട്സും അല്ലെ? ചുറ്റുമുള്ള എല്ലാ കാര്യത്തിനെയും അവര് യുക്തിപരമായിട്ട് ചിന്തിക്കാൻ ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ത്? സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അവന്റെ ബുദ്ധി വികസിക്കുന്ന ഒരു ടൈമാണ്. ബുദ്ധിയിലുണ്ടാകുന്ന ഇന്റലക്ച്വലി ഉണ്ടാവുന്ന കുറേ ഡെവലപ്മെന്റിന്റെ ഒരു മൂന്നാമത്തെ സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേജ് മാത്രം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു തിയറി എന്താണെന്ന് മനസ്സിലാവില്ല. അതിന് മുന്നേ നടന്ന കുറച്ച്
കാര്യങ്ങൾ കൂടി അതിന് മുന്നുള്ള 2 സ്റ്റേജും ലാസ്റ്റുള്ള 4ാമത്തെ സ്റ്റേജും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത് എന്റെ ഒരു ആഗ്രഹത്താണ് നിങ്ങൾ പഠിപ്പിച്ചു തരുന്നതാണ് കേട്ടോ. ആ തിയറി ഫുൾ ആയിട്ട് നിങ്ങൾ പഠിക്കട്ടെ എന്ന് ഓർത്ത് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇനി അത് പഠിക്കണ്ട എന്നാണ് താല്പര്യമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജ് മാത്രം പഠിച്ചാൽ മതി. അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു തരാന്ന് വിചാരിച്ചാണ്. എന്ത് വേണം? പറയണം. പറഞ്ഞു തരട്ടെ? ഓക്കെ മാം. അതൊന്ന് നോട്ട് ചെയ്താൽ മതി. പറ്റുന്ന പോലെ നിങ്ങൾക്ക് ഒരു ഷോർട്ട് നോട്ട് പോലെ എത്തിത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്താണെന്ന് അറിയണം അല്ലെ? അതിന്റെ ഡെഫിനേഷൻ വേണം നമുക്ക് അല്ലെ? അത് പിയാഷെയുടെ തന്നെ ഡെഫിനേഷൻ നമ്മൾ പഠിക്കാം. നോട്ട് ചെയ്യാം. അക്കോർഡിംഗ് ടു പിയാഷെ, സ്പെല്ലിംഗ് ഒന്ന് പറയാവോ? പിയാഷെ സയന്റിസ്റ്റിന്റെ. PAGETS, PAGET അപ്പോസ്ട്രോഫി എസ് ആണ്. According to Piaget. Once more, please. According to Piaget. PIAGETS. PIAGETS. Intellectual development arises. Intellectual development arises. Arises. ARIES. Arises. Intellectual development arises as a result of. As a result of the. As a result of the. As a result of the interaction between the individual and the world. Individual and the world, 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 and passes through, passes, 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 world, 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 logam, world, and passes through, passes, PASSES, through, 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 through a series of, SERIES, a series of sequential stages, SEQUENTIAL, sequential stages, sequential stages, SEQUENTIAL, sequential stages. Okay, already parayam. According to Piaget, intellectual development arises as a result of the interaction between the individual and the world and passes through a series of sequential stages. According to Piaget, intellectual development arises as a result of the interaction between the individual and the world and passes through a series of sequential stages. എന്താണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്? പിയാഷയുടെ സ്പെല്ലിംഗ് ഒന്നുകൂടെ പറയാവോ?
PAGETS. PAGETS. നമ്മുടെ PDF കിടപ്പുണ്ട് ഫസ്റ്റ് തന്നെ. PI ഇല്ലേ അപ്പൊ? സോറി, PIAGETS. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഉണ്ടല്ലേ? ഫസ്റ്റ് തന്നെ കിടപ്പുണ്ട്. എന്താണ്, കുട്ടി അവന്റെ ചുറ്റുപാടുകളുമായിട്ട് ഇടപെടുമ്പോഴാണ് അവൻ ഇന്റലക്ച്വലി ഡെവലപ്മെന്റ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, കുട്ടി അതിന്റെ സാരാംശമാണ് എന്താ, കുട്ടി എങ്ങനെയാണ് വേൾഡിനോട് അതിന്റെ ചുറ്റുപാടുകളോട് ഇടകുമ്പോൾ മാത്രമാണ് കുട്ടിയിലെ ഇന്റലക്ച്വലി ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കിയെന്നാണ് അദ്ദേഹം അവിടെ പരാമർശിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അദ്ദേഹം ഒരു 4 സ്റ്റേജസിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പിയാഷെ തന്റെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിലെ 4 സ്റ്റേജസിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് വരുന്ന സ്റ്റേജ് ആണ് മേജർ സ്റ്റേജസ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. എന്തൊക്കെയാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. SENSORY, സെൻസറി. SENSORY, സെൻസറി. മോട്ടോർ, MOTOR, മോട്ടോർ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജ് 0 to 2 years, അതായത് ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടം. 0 to 2 years. 0 to 2 years ആണ് എന്താ? സെൻസറി മോട്ടോർ സ്റ്റേജ് അഥവാ ഇന്ദ്രിയ ചാലകഘട്ടം എന്ന് മലയാളത്തിൽ പറയാം. ഇന്ദ്രിയ ചാലകഘട്ടം എന്നാണ് സെൻസറി മോട്ടോർ സ്റ്റേജിനെ പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ് കുട്ടിയിലെ ആ ഒരു സമയത്ത് ഉണ്ടാകുന്നത്? എന്തൊക്കെയായിരിക്കാം? അവരെ തൊടുമ്പോൾ കാണാന്, കേൾക്കാന്, പിന്നെ അറിയാന്. യെസ്, ഒരു ഒബ്ജക്റ്റ് പെർമനൻസ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഒബ്ജക്റ്റുകൾ തിരിച്ചറിയാനായിട്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് എന്ത്? സ്റ്റേജ് ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലെ? ഒബ്ജക്റ്റുകള് പെർമനന്റ് ആയിട്ട് അറിയാനായിട്ട് കുഞ്ഞിനെ അറിയാൻ പറ്റുന്ന ഒരു സമയം. ഇപ്പോ ഒരു ബോള് കുഞ്ഞിനെ അറിയാം, അല്ലെ? ബോള് പോലത്തെ ഒരു വസ്തു, അല്ലെങ്കിൽ ബോള് തന്നെ എന്താണ്, ഒരു തുണിയുടെ അടിയിൽ ബോൾ വെച്ചാക്കിയാണ്. ഒരു തുണി ഇട്ടിട്ട് ബോൾ അതിന്റെ അടിയിലാക്കി വെച്ചാക്കിയാണ്. കുഞ്ഞിനെ അറിയാം അതിന്റെ അടിയിൽ എന്തുണ്ട്, ബോൾ ഉണ്ടെന്ന് കുഞ്ഞിനെ തിരിച്ചറിയാൻ സാധിക്കുന്നു. എന്തുകൊണ്ട് കുഞ്ഞിനെ അത് തിരിച്ചറിയാം? അതിന്റെ ഷേപ്പ്, അല്ലെ? അതിന്റെ ഷേപ്പ് അത് കുഞ്ഞ് നേരത്തെ കണ്ടിട്ടുള്ളതാണ്, ഒബ്സർവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ കുഞ്ഞിന് എന്തറിയാം? അതിന്റെ അടിയിൽ അത് ബോളാണെന്നുള്ളത് തിരിച്ചറിയാനായിട്ട് കുഞ്ഞിന് സാധിക്കുന്നു. അതാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെ വസ്തു ഏതാണെന്നുള്ളത് വ്യക്തമായിട്ട് കുഞ്ഞിന് അവർ 2 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അവരുടേതായ ടോയ്സുകളൊക്കെ കുഞ്ഞിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. സെൻസ് ചെയ്യാൻ പറ്റും, അല്ലെ? കുഞ്ഞിന് തൊട്ടും കണ്ടും അറിഞ്ഞ് കുഞ്ഞിനത് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് എന്താ? 0 വയസ്സ് മുതൽ ഒരു 2 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ, അല്ലെ? നമ്മുടെ കുട്ടികൾ അങ്ങനെ തന്നെയല്ലേ? ഓക്കെ, നമ്മൾ എഴുതുവാണോ? അതായത് 0 മുതൽ 2 വയസ്സുള്ള കാലഘട്ടത്തിൽ കുട്ടികളുടെ ആക്ടിവിറ്റി എന്തുമായി ബേസ് ചെയ്യുന്നതാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ് ആയിട്ടാണ് ബേസ് ചെയ്ത് നടക്കുന്നത് കേട്ടോ. പ്രധാനമായിട്ടും ഒരു ഒബ്ജക്റ്റ് തിരിച്ചറിയാൻ, കുഞ്ഞിന്റെ അമ്മേനെ തിരിച്ചറിയാൻ, അച്ഛനെ തിരിച്ചറിയാൻ, അവരുടെ ശബ്ദങ്ങളൊക്കെ തിരിച്ചറിയാനൊക്കെ കുഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ് എന്ത്? ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ സെൻസ് ഓർഗൻസ് വെച്ചിട്ടാണ് കുഞ്ഞത് കറക്റ്റ് ആയിട്ട് അത് തിരിച്ചറിയുന്നത്. അതാണ് എന്താ? സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. 0 to 2 years വരെ. ഓക്കെ, മറ്റേ കിലുക്കുന്ന സാധനങ്ങളൊക്കെ, അതിന്റെ ശബ്ദം, കിലുക്കുന്ന മറ്റേ റാഡിൽസിന്റെ ഒക്കെ ശബ്ദങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേജ് ആണ്, ഈ തിയറിയിലെ സെക്കൻഡ് സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. PRE ഇട്ടിട്ട് ഒരു ഹൈഫൺ ഇടാം കേട്ടോ. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. മലയാളത്തിൽ ഇതിനെ പ്രാക് മനോവ്യാപാര ഘട്ടം എന്ന് പറയും. നിങ്ങളത് എഴുതണമെന്നില്ല, അറിഞ്ഞിരുന്നാൽ മതി. വ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പൊ
അപ്പോ ഈ കാലഘട്ടം ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെ ആയിരിക്കും? സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വയസ്സ് വരെ തുടങ്ങിയായിരിക്കും? 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെ. വെരി ഗുഡ്. 2 വയസ്സ് മുതൽ ഒരു 7 വയസ്സ് വരെയുള്ള കാലഘട്ടം കേട്ടോ. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒരു സ്റ്റേജ് ആണ് എന്ത്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, എന്താണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ പ്രത്യേകത എന്തൊക്കെയായിരിക്കാം? കുട്ടികളിലെ വൊക്കാബുലറി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? കുട്ടികളിലെ വൊക്കാബുലറി എന്താണ്? ഓരോ വേർഡ്സ്, ചെറിയ ചെറിയ വേർഡ്സ് കൂട്ടി സംസാരിക്കും. വാക്കുകളോട് ഒരു വാക്കുകൾ പറയുന്ന ഒരു കാലഘട്ടമാണ് എന്റെ കുഞ്ഞിന്റെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് എന്ത്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അതുപോലെ തന്നെ എന്താണ്? സിംബോളിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ കുട്ടികൾ ചെയ്യുന്നത്, അതായത് ഇമാജസ് ഒക്കെ മനസ്സിലാക്കുന്നു. മെന്റൽ ഇമാജസ്, ഒരു കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിയാണെന്ന് അത് കുഞ്ഞിന്റെ മനസ്സിൽ ചിന്തിക്കാനായിട്ട് കഴിയുന്നു. ഓക്കെ, മെന്റൽ ഇമാജസ് ഉണ്ടാകും. മെന്റൽ ഇമാജസ് ഉണ്ടാവുന്ന ടൈമാണ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണ് മെന്റൽ ഇമാജസ് ഉണ്ടാവുന്നത്, വൊക്കാബുലറി പഠിക്കുന്നത്, സിംബോളിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കുഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടമാണെന്ത്? ഈ 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഓക്കെ, പിന്നെ പ്രോപ്പറായിട്ട് സംസാരിച്ചു തുടങ്ങുന്നത് അല്ലെ? പ്രോപ്പറായിട്ട് വേർഡ്സുകൾ കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ തുടങ്ങുന്ന, പ്രൊണൗൺസ് ചെയ്ത കറക്റ്റ് ആയിട്ട് പറഞ്ഞു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. ഓക്കെ, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു. നോട്ട് ചെയ്യാട്ടോ, ഈ സ്റ്റേജിൽ എന്താണ്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു, വൊക്കാബുലറി പഠിക്കുന്നു അല്ലെ? ഭാഷാ വികസനം കുട്ടിയിൽ ഉണ്ടാകുന്ന സ്റ്റേജ് ആണ് ഇത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇനി മറ്റൊരു സ്റ്റേജ് കൂടി ഇവിടെ കിടപ്പുണ്ട്. മറ്റൊരു സ്റ്റേജ് അല്ല, ഈ ഒരു പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ മറ്റൊരു വാക്കാണെന്ന് അനിമിസം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? അനിമിസം, ANIMISM, അനിമിസം. അനിമിസം നോട്ട് ചെയ്യാട്ടോ. പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ വരുന്ന ഒരു സ്റ്റേജ് ആണ് അനിമിസം, ANIMISM. അതായത് എന്താണ്? ജീവനില്ലാത്തവയ്ക്ക് ജീവനുണ്ടെന്ന് തോന്നിക്കുക. അതായത് ജീവനില്ലാത്തവയെ ജീവനുള്ള വസ്തുവായിട്ട് കുട്ടികള് കരുതുന്ന ഒരു കാലഘട്ടം അല്ലെ? അതിനെയാണ് അനിമിസം എന്ന് പറയുന്നത്. കുട്ടികള് പാവയിട്ടൊക്കെ കളിക്കുന്ന സമയത്ത് അവരോട് സംസാരിക്കുന്നത് കണ്ടിട്ടില്ലേ നമ്മള്? എന്റെ മോളെ ഒരു മുടി പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതും ഒരു പാവക്കുട്ടിണ്ട്. അപ്പൊ അവള് അതിന്റെ അടുത്ത് സംസാരിക്കും. അനക്ക് വിശക്കണുണ്ടോ? അനക്ക് ചായ വേണോ? എന്റെ അമ്മച്ചിനോട് ചായ തരാൻ പറയട്ടെ. അങ്ങനെയൊക്കെ. ഇവൾ ആരുടെ സംസാരിക്കണം നോക്കിയാ ഈ പാവക്കുട്ടിനോടാവും. അത് അവളുടെ ഫേവറേറ്റ് ആണ്. മോൾക്ക് എത്ര വയസ്സുണ്ട്? അവൾക്ക് ഇപ്പൊ 3.5 വയസ്സാവണം. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ എന്താണ് അനിമിസം എന്ന് പറയുന്നത്? ജീവനില്ലാത്ത വസ്തുവിനെ കുഞ്ഞ് ജീവനുള്ളതായിട്ട് കണ്ടിട്ട് അതിനോട് പ്രതികരിക്കുക, അതിനോട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ത്? അനിമിസം എന്ന് പറയുന്നത്. ഏത് സ്റ്റേജിലാണ് നടക്കുന്നത്? പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണ് കേട്ടോ. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് എന്ത് നടക്കുന്നത്? അനിമിസം എന്നൊരു പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ സിറ്റുവേഷൻ എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ കുട്ടികളില്? അറിയാം. ശരി, അപ്പൊ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു, മെന്റൽ ഇമാജസ് മനസ്സിലാക്കുന്നു, അനിമിസം എന്നുള്ള പ്രോസസ്സ് ഉണ്ടാകുന്നു, പിന്നെന്താണ്? വൊക്കാബുലറി പഠിക്കുന്നത് അല്ലെ? ഇത്തരം കാര്യങ്ങളാണ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലെ കുട്ടികളില് ഉണ്ടാകുന്നത്. ഇനി 3ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3ാമത്തെ സ്റ്റേജാണ് നമുക്കിവിടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിൽ പഠിക്കാനുള്ളത്. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് 3ാമത്തെ സ്റ്റേജ് മാത്രമേ ഉള്ളൂ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. നോട്ട് ചെയ്യാം, 3ാമത്തെ സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ്, CONCRET. എന്താണ്? 4ാമത്തെ അല്ലേ? അല്ല, 3ാമത്തെ സ്റ്റേജ് ആണ്. പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ വരുന്ന ഒരു പ്രോസസ് ആണ് അനിമിസം എന്ന് പറഞ്ഞത് കേട്ടോ. അത് സ്റ്റേജ് അല്ല കേട്ടോ. ഓക്കെ 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 ഓക്കെ, ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. 4ാമത്തെ ഒന്നും കൂടെ പറയൂ ടീച്ചർ.
നാലാമത്തെ സ്റ്റേജിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല. മൂന്നാമത്തെ സ്റ്റേജ് പറയുന്നുള്ളൂ. മൂന്നാമത്തെ പേരൊന്നുകൂടി പറയൂ. മൂന്നാമത്തെ സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൽ കിടക്കുന്നത് അതാണ്. അത് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെ ആയിരിക്കും അപ്പോ? 7 വയസ്സ് മുതല് 7 to 12 years ആണ് മാം. 7 years to 11 years. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം. ഓക്കെ, 7 to 11 years. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് 7 to 11 years. ഓക്കെ, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഇവിടെ എന്താണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് ആദ്യം പറഞ്ഞു. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എന്തായിരിക്കും കുട്ടികളിൽ നടക്കുന്നത്? എന്താണ് വികസിക്കുന്നത്? നല്ല രീതിയിലുള്ള ചിന്ത, നല്ല രീതിയിൽ ചിന്തിക്കാൻ കഴിയും. ലോജിക്കൽ തിങ്കിങ് കുട്ടികളെ സ്റ്റാർട്ട് ചെയ്ത് യുക്തിപരമായി ചിന്തിക്കാൻ ആരംഭിക്കുന്ന കാലഘട്ടമാണ് എന്ത്? 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഓക്കെ, നോട്ട് ചെയ്യാ ലോജിക്കൽ തിങ്കിങ്. ലോജിക്കൽ തിങ്കിങ്ങിന് എഴുതി വെച്ചാൽ മതി കേട്ടോ. ആ സ്റ്റേജിന്റെ താഴെ ലോജിക്കൽ തിങ്കിങ് നോട്ട് ചെയ്യാം. Then reasoning. ഇങ്ങനെ എഴുതാം, ഇൻഡക്റ്റീവ് ആൻഡ് റിഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ് ആൻഡ് റിഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ് നെക്സ്റ്റ് പോയിന്റ് ആണ് മിസ്സേ. കേൾക്കുന്നില്ലേ? അല്ല, നെക്സ്റ്റ് പോയിന്റ് ഇതിൽ തന്നെ മൂന്നാമത്തെ സ്റ്റേജില് നെക്സ്റ്റ് പോയിന്റ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് ഏതാണ്? ഇത് ലോജിക്കൽ തിങ്കിങ് അല്ലെ. നെക്സ്റ്റ് വരുന്നത് ഇൻഡക്റ്റീവ് ആൻഡ് റിഡക്റ്റീവ് റീസണിങ്. അല്ലെങ്കിൽ റീസണിങ് മാത്രം എഴുതിയാലും മതി. ഓക്കെ, എന്താണ്? കുഞ്ഞിനെ യുക്തിപരമായി ചിന്തിക്കാനും അതുപോലെ തന്നെ എന്താണ് അവയെ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കാനും തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടം അല്ലെ. ഓരോ വാക്കിന്റെ അബ്സ്ട്രാക്ട് ടൈംസിന്റെ അർത്ഥം അറിയാനായിട്ട് കുഞ്ഞിനെ മനസ്സിലാക്കുന്ന ഒരു ടൈമാണ് എന്ത്? 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനും പറ്റും. റീസണേ അല്ലെ, ഓരോന്നും റീസൺ ചെയ്ത് മനസ്സിലാക്കുന്നത് കൃത്യമായി അതിന്റെ അർത്ഥം പറഞ്ഞ് കുഞ്ഞിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. എന്താണ് ലോജിക്കൽ തിങ്കിങ് ആയിട്ട് രണ്ടാമത്തെ പോയിന്റ് ഒന്ന് പറയോ? റീസണിങ്. REASONING. റീസണിങ്. നമ്മുടെ ടെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് അത് വേണ്ട. അത് വേണ്ട. റീസണിങ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയാട്ടോ. കുറച്ച് ദിവസം കഴിയട്ടെ. അതിപ്പോ പറഞ്ഞത് ഞങ്ങൾ ട്രെയിനിങ്ങിനൊക്കെ പോവാൻ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആകാംക്ഷയായി എന്തായിരിക്കും അത്. ഇപ്പൊ പറയും അതാണ് പോകാൻ നിൽക്കല്ലേ. അപ്പൊ ഞങ്ങൾ ഇല്ലാത്ത ക്ലാസ്സിലേക്കാരും മിസ് പറയുന്നത്. ഇല്ലാതെ ഷാഹിനില്ലാതെ പറയുന്നില്ലേ? ഷാഹിന എല്ലാ പേര് എനിക്ക് കിട്ടണേ ഇല്ല. പേര് വേറെ എന്തെങ്കിലും പേരുണ്ടോ? ചെറിയ പേരല്ലോ. റിഷാന എന്താ വീട്ടിൽ വിളിക്കുന്നേ? പിന്നെ റിഷാന വിളിക്കും. മാരും ഒക്കെ ഷാനു വിളിക്കും. വിളിക്കാറുണ്ടോ റിഷാന? അത് സിമ്പിളാ. നമ്മുടെ കൂട്ടത്തിൽ കുറെ വേറെ ആരോഗ്യ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ പറയാം. നിക്ക് പറയണേക്ക്. നമ്മുടെ സ്റ്റേജസ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്നുള്ള റീസണിങ്, ലോജിക്കൽ തിങ്കിങ് നിങ്ങൾ പറയാം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ. മൂന്നാമത്തെ പോയിന്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ. അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ.
അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ. അതിന് കീഴിലായിട്ട് 3 കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെ പ്രിൻസിപ്പിൾ ആയിരിക്കും ഒരു കുട്ടി 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ അറിഞ്ഞിരിക്കേണ്ടത്? അതിലെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് എന്നൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ കുഞ്ഞ് ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കൺസർവേഷന്റെ താഴെയായിട്ട് നിങ്ങൾ 3 പോയിന്റ് പോലെ രേഖപ്പെടുത്തണം കേട്ടോ. 3 പോയിന്റ്സ് ആയിട്ട് എഴുതാം. കൺസർവേഷൻ ഓഫ് നമ്പർ, കൺസർവേഷൻ ഓഫ് നമ്പർ എന്ന് എഴുതാം കേട്ടോ. കൺസർവേഷൻ ഓഫ് നമ്പർ, conservation of volume, conservation of volume, conservation of volume, conservation of mass, conservation of mass, 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 conservation of number, conservation of volume, conservation of mass. എഴുതിയോ 3 എണ്ണം? Yes. എന്താണ് കൺസർവേഷൻ ഓഫ് നമ്പർ എന്ന് പറയുമ്പോ? നമ്പേഴ്സ്, കൗണ്ടിങ്, ഒരു നമ്പേഴ്സ് കൗണ്ടിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം അല്ലേ. കൗണ്ട് ചെയ്യാനും നമ്പേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും കുഞ്ഞ് എന്താണ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം. കൺസർവേഷൻ ഓഫ് വോളിയം, വ്യാപ്തം കാണാനൊക്കെ കുഞ്ഞ് പഠിക്കൂലേ. ഒരു 11 വയസ്സിനുള്ളിലായിട്ട് ആ ഒരു സ്റ്റേജ് ഒക്കെ എത്തും അല്ലേ. കൺസർവേഷൻ ഓഫ് വോളിയം, വ്യാപ്തം കണ്ടുപിടിക്കുക. ദെൻ കൺസർവേഷൻ ഓഫ് മാസ്, മാസ് കണ്ടുപിടിക്കാനായിട്ട്. മാസ് എന്താണ്? മാസ് എന്താണ്? വസ്തുവിന്റെ അല്ലെ, വസ്തുവിന്റെ മാസ് അടയ്ക്കാനൊക്കെ. അപ്പോ അത് 7 വയസ്സ് എന്നുണ്ടെങ്കിൽ 11 വയസ്സ്, 7 വയസ്സിലല്ല അതിനുള്ളിൽ വരുന്ന രീതി 11 വയസ്സിനുള്ളിലായിട്ട് തന്നെ ഈ ഇത്തരം കാൽക്കുലേഷൻസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് കുഞ്ഞ് പ്രിപ്പയർഡ് ആവുന്ന ഒരു സമയമാണത് ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. കുഞ്ഞ് യുക്തിപരമായി ലോജിക്കലായിട്ട് തിങ്ക് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ എന്താണ് ഇത്തരം കാൽക്കുലേഷൻസ് നമ്മൾ പറഞ്ഞില്ല അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കാനൊക്കെ കുഞ്ഞ് പഠിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ എന്താണ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ കുഞ്ഞ് ചെയ്തു തുടങ്ങാനായിട്ട് ആരംഭിക്കുന്ന ഒരു സമയമാണ് ഈ 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഓക്കെ, അതാണ് അണ്ടർസ്റ്റാൻഡിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ. 3 പ്രിൻസിപ്പിൾസ് കുഞ്ഞ് അറിയുന്നു. നമ്പേഴ്സ് കൗണ്ട് ചെയ്യാനും വോളിയം കണ്ടുപിടിക്കാനും മാസ് കണ്ടുപിടിക്കാനൊക്കെ കുഞ്ഞ് പഠിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു കാറ്റഗറിയാണ് എന്ത്? സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. മാത്തമാറ്റിക്കൽ കൗണ്ടിങ്ങിൽ വരുന്നതാണ് എന്ത്? സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. ശ്രേണീകരണവും തരംതിരിക്കാനുമുള്ള കഴിവ്, ശ്രേണീകരണവും തരംതിരിക്കാനുമുള്ള കഴിവ്. സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. ശ്രേണീകരണത്തിനും തരംതിരിക്കാനുമുള്ള ഒരു കഴിവ്. ശ്രേണി എന്താണ്? സീരിയൽ ശ്രേണീകരിക്കുക എന്ന് പറഞ്ഞ എന്താ? അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ ആണ്. അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, നമ്പർ ശ്രേണികൾ സീരിയൽ നമ്പേഴ്സുകൾ കണ്ടുപിടിക്കാൻ. ദെൻ ക്ലാസിഫൈ ചെയ്യാനായിട്ട് അല്ലെ, അത് ഓരോന്ന് സ്പെസിഫൈ ചെയ്ത് തരംതിരിക്കാനൊക്കെ കുഞ്ഞ് ആരംഭിക്കുന്നത് ഈ 7 വയസ്സ് മുതൽ 11 വയസ്സുള്ള ഒരു കാലഘട്ടത്തിലാണ്. അതാണ് സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് എന്ത്? റിവൈസബിൾ ഓഫ് തോട്ട്. റിവൈസബിൾ ഓഫ് തോട്ട്. റിവൈസബിൾ, REVESIBLE, റിവൈസബിൾ ഓഫ് തോട്ട്. റിവൈസബിൾ ഓഫ് തോട്ട്, പ്രത്യാവർത്തന ചിന്ത. മലയാളത്തില് പ്രത്യാവർത്തന ചിന്ത എന്ന് പറയുന്നത്. പ്രത്യാവർത്തന ചിന്ത എന്തായിരിക്കാം? റിവൈസബിൾ ഓഫ് തോട്ട്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ആ ഒരു വേർഡ് കേട്ടിട്ട്? മുമ്പത്തെ കാര്യങ്ങളൊക്കെ വെരി ഗുഡ് അല്ലെ. എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് അല്ലെ. മുന്നോട്ടും പിന്നോട്ടും ഒക്കെ ഭാവികാലം ഭൂതകാലം ഇങ്ങനെ ചിന്തിക്കാനായിട്ട്
അതായത് കാലഘട്ടങ്ങളെ മുന്നിലോട്ടും പിന്നിലോട്ടും ചിന്തിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാകുന്നു അല്ലെ? മനസ്സിലായോ? അതായത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഒക്കെ കുഞ്ഞിന് ചിന്തിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് എന്ത്? റിവൈസിബിലിറ്റി ഓഫ് തോട്ട് എന്ന് പറയുന്നത്. എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. റിവൈസിബിൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. കാലഘട്ടങ്ങളെ മുന്നിലോട്ടും പിന്നിലോട്ടൊക്കെ ചിന്തിക്കാനായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടമാണ് എന്ത്? റിവൈസിബിൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത്. ശരിയല്ലേ? കുട്ടികൾക്ക് പഴയ ഒരു 7 വയസ്സ് തുടങ്ങിയുള്ള 11 വയസ്സുള്ള കുട്ടികൾ എന്താണ് അതിന്റെ കുഞ്ഞിലുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ ആ കുഞ്ഞിൽ അങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, ഇനിയിപ്പോ ഈ കുറച്ച് നാളെ എനിക്ക് ഇനി ഇങ്ങനെ ചെയ്യണം, അങ്ങനെ കുഞ്ഞുങ്ങള് പറഞ്ഞു തുടങ്ങുന്നൊക്കെ ഒരു സമയമാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, പല കുട്ടികൾക്കും അവരുടെ കുഞ്ഞു പ്രായത്തിനായിരിക്കും കൂടുതൽ ഇഷ്ടം അല്ലെ? അവരൊരു 2 വയസ്സ് 3 വയസ്സുള്ള കാലഘട്ടം അത് ഓർത്തെടുത്തുകൊണ്ട് അയ്യോ എനിക്ക് അമ്മയുടെ കൂടെ വന്നു അങ്ങനെ നടന്ന പോലെ നടന്നാൽ മതിയായിരുന്നു, അമ്മ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അമ്മ എന്നെ എപ്പോഴും എടുക്കുമായിരുന്നു, ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു, എന്നെ ഫീഡ് ചെയ്യുമായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടികൾ അത് ഇഷ്ടപ്പെടുന്നു അല്ലെ? അവർ പഴയ കാലഘട്ടത്തില് അവര് ഓർക്കുന്നു. പിന്നീട് മുന്നോട്ട് വരാവുന്ന കാലഘട്ടത്തെ കുറിച്ചിട്ട് കുട്ടികൾക്ക് ചിന്തിക്കാൻ കഴിയും. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ കുഞ്ഞ് ആരംഭിക്കുന്ന ഒരു സമയമാണ് റിവൈസിബിൾ തോട്ടില് നമ്മൾ ഉൾപ്പെടുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഹലോ? യെസ് മാം. യെസ് മാം, മനസ്സിലായി. അതായത് കുട്ടികളെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ? 7 വയസ്സ് മുതൽ 11 വയസ്സ് നമ്മളോടേക്ക് പിന്നെ കുട്ടികളെ റിയാലിറ്റിയിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ പ്രധാനമായി നടക്കുന്നത്? ലോജിക്കൽ തിങ്കിങ്, then reasoning, understanding the principle of conservation, numbers, volume, mass, then seriation and classification, revisable thought അല്ലെ? revisable of thought, ability to think backward and forward. അപ്പൊ ഈ 3ാമത്തെ സ്റ്റേജിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്? ഇനി 4ാമത്തെ സ്റ്റേജിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മേജർ സ്റ്റേജിൽ 4 സീക്വൻസ് സ്റ്റേജ് എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അതിൽ 4ാമത്തെ സ്റ്റേജ് ആണ് എന്ത്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, സോറി ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അത് ഏത് വയസ്സ് മുതലായിരിക്കും അപ്പോ? 11 years and above അല്ലെ? 11 വയസ്സ് മുതൽ അങ്ങോട്ടേക്കുള്ള ഒരു കാലഘട്ടം അല്ലെ? 11 വയസ്സ് മുതൽ 11 years and above. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് 11 years and above. ഓക്കെ, ഇത് ഇന്റലക്ച്വലി കുട്ടി ഡെവലപ്പ് ആവുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇന്റലക്ച്വലി ഉണ്ടാവുന്ന കുട്ടികളിലെ മാറ്റങ്ങളാണ് ഓരോ സ്റ്റേജസിലെ. മനസ്സിലായില്ലേ നിങ്ങൾക്കത്? ഓക്കെ, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ കുട്ടികൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും? ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും അല്ലെ? കുറെ കാര്യങ്ങൾ അതിൽ കണക്റ്റഡ് ആയിരിക്കും. അതിലെന്തായിരിക്കും? അബ്സ്ട്രാക്ട് തിങ്കിങ് ഉണ്ടായിരിക്കും അല്ലെ? അബ്സ്ട്രാക്ട് തിങ്കിങ്, അബ്സ്ട്രാക്ട് തിങ്കിങ്, അബ്സ്ട്രാക്ട് ആയിട്ട് കുഞ്ഞിനെ ചിന്തിക്കാനായിട്ട്, യുക്തിപരമായി തിങ്കിങ് എബിലിറ്റി കൂടുന്നു. ക്രിയേറ്റീവ് ആയിട്ട് കുഞ്ഞിനെ പല രീതിയിൽ ചിന്തിക്കാനായിട്ട്, പല കുട്ടിയിലെ തോട്ടിനുള്ള ഒരുപാട് വികസനം സംഭവിക്കുന്നു അല്ലെ? അവന്റെ ബുദ്ധിപരമായ വികസിക്കുമ്പോ എന്താണ് വികസനം? കൂടുതലായിട്ട് എന്ത് വികസനമാണ് അവിടെ ഉണ്ടാവുന്നത്? ചിന്തിക്കാനുള്ള കഴിവാണ് കുട്ടിയിൽ വർദ്ധിക്കുന്നത് അല്ലെ? ഓക്കെ, അതായത് സിസ്റ്റമാറ്റിക് തോട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് കുഞ്ഞ് ചിന്തിക്കാൻ ആരംഭിക്കുന്നു. വളരെ സിസ്റ്റമാറ്റിക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാല് ഓരോന്ന് സ്പെസിഫൈ ചെയ്ത് കറക്റ്റ് ആയിട്ടൊരു ഓർഡറിൽ ഇന്ന കാര്യങ്ങള് അതിന്റെ ഓർഡറായിട്ട് തന്നെ കുഞ്ഞിന് ചിന്തിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ് എന്താ?
ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ വരുന്നത് അല്ലെ. 11 വയസ്സിന് അങ്ങോട്ടുള്ള കാലഘട്ടം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പ്രോബ്ലം സോൾവിങ്. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലെ മറ്റൊരു പ്രോസസ് ആണ് പ്രോബ്ലം സോൾവിങ്. എങ്ങനെയായിരിക്കും പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാൽ? ഒരു പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാനായിട്ട് അവനൊരു മെന്റൽ എബിലിറ്റി കൈവരിക്കുന്നു അല്ലേ. പ്രശ്നം ഉണ്ടായാൽ കുട്ടികൾക്ക് അത് അവർക്ക് അവർ മനസ്സിലത് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാനും ആ പ്രോബ്ലം പരിഹരിക്കാനും അതിന്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് കുഞ്ഞിന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് എന്ത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലെ. ഒരു പ്രശ്നത്തിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കഴിവ് കൂടുതലായിരിക്കും പ്രോബ്ലം സോൾവിംഗ് എത്തുന്നത്. അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാനും അത് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനൊക്കെ ഏറ്റവും കൂടുതൽ എബിലിറ്റി ആയിട്ട് ഏബിൾ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അല്ലെ. അങ്ങനെ വില്ലന്മാരായിട്ടുള്ള കുട്ടികളല്ലേ നമ്മുടെ മുന്നിലുള്ളത്. അതിൽ നിന്ന് വിദഗ്ധമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന യെസ്. പഴയ കുട്ടികളൊക്കെ ആണെങ്കിൽ എന്താണ്, അവർക്ക് ഇതേ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടില്ല എന്നല്ല കേട്ടോ. എല്ലാവർക്കും നമ്മളെല്ലാവരും ഇതേ സ്റ്റേജ് കടന്നു പോയവരാണ്. പക്ഷെ പഴയ ഒരു കാലഘട്ടത്തിന് ബേസ് വെച്ച് നോക്കുമ്പോൾ എന്താണ്, ആ കാലഘട്ടത്തിൽ കുറച്ചുകൂടി അങ്ങനത്തെയുള്ള ജീവിത സാഹചര്യങ്ങളായതുകൊണ്ട് കുട്ടികൾ അത്ര ബുദ്ധിശാലികളായിരുന്നില്ല അല്ലെ. ഇന്നത്തെ കുട്ടികൾ എന്താണ്, നമ്മളൊക്കെ 2G ആയിരുന്നു, അവരൊക്കെ 5G ആയിക്കണോ. അവരുണ്ടാക്കി വെച്ച പ്രശ്നം അവർക്ക് തന്നെ പരിഹരിക്കാനും അറിയാം അല്ലെ. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുള്ള കുട്ടികളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഓക്കെ, അപ്പൊ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലെ രണ്ടാമത്തെ സ്റ്റേജ് ആണ് എന്താ പ്രോബ്ലം സോൾവിങ്. സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു സോൾവ് പ്രോബ്ലം. സിസ്റ്റമാറ്റിക് ആയിട്ട് അവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് അറിയാം. ഒരു പ്രശ്നം ഉണ്ടായാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അവരുടെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളാണെങ്കിൽ എന്താണ്, വേറെ പ്ലാനിങ് നടത്തി പിന്നെ പാരന്റ്സിനെ ടീച്ചേഴ്സിനെ ഒക്കെ അറിയിച്ചിട്ട് പിന്നെ അത് സോൾവ് ചെയ്യുള്ളൂ. ഓക്കെ, എന്തായാലും അതെങ്ങനെ തീർക്കണമെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ കുട്ടികൾ മണ്ടന്മാരല്ലാതെ നിങ്ങൾ ആലോചിക്കുക കേട്ടോ. ഭയങ്കര ബുദ്ധിയുള്ളവരാ. മണ്ടന്മാരെ പോലെ ചിലപ്പോ അഭിനയിച്ചിരിക്കും, പക്ഷെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം അവരിൽ ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട് കേട്ടോ. ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ഓൾറെഡി അവരുടെ ഏജിനനുസരിച്ച് ഇത്തരത്തിൽ ഡെവലപ്മെന്റ് ബുദ്ധിപരമായി നടക്കുന്നുണ്ട്. ചിലപ്പോ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നതായിരിക്കും. അപ്പൊ വളരെയധികം സൂക്ഷിക്കണം ആ വയസ്സുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ ഈ ഒരു സമയത്താണ് കുട്ടികൾ എന്തുണ്ടാവുന്നത്, സെൽഫ് കോൺസെപ്റ്റ് ഒക്കെ തുടങ്ങുന്നത് അല്ലെ. സ്വന്തമായിട്ട് ചിന്തിക്കാനും സ്വന്തം ചിന്താഗതികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സമയത്താണ് അല്ലെ. സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും, അത് സ്വയം ചിന്തിച്ചു തുടങ്ങുന്നത്. പിന്നെന്താണ്, സാമൂഹ്യപരമായിട്ട് സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലും മറ്റ് അങ്ങനെയുള്ള മോറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കൺസേൺ വരും. അവർക്ക് അതിനോട് കുറച്ച് താല്പര്യം, സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ ഒരു താല്പര്യമൊക്കെ തുടങ്ങുന്നത് ആ ഒരു സ്റ്റേജ് തുടങ്ങിയാണ്. ഓക്കെ, സ്വയം ചിന്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ എന്താണ്, മറ്റു ചുറ്റുപാടുകളോടും സാമൂഹ്യപരമായിട്ടൊക്കെ കുട്ടികൾക്ക് താല്പര്യം തോന്നും. പിന്നെ എന്താണ്, മോറൽ ആക്ടിവിറ്റീസുകൾ ചെയ്യാനായിട്ട്. ഓക്കെ, അതായത് പല രീതിയിൽ മനസ്സിലാക്കിയത് പല ആംഗിളിലൂടെ അവർക്ക് ഓരോ പ്രശ്നങ്ങളും കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി വരുന്ന ഒരു കാലഘട്ടമാണ് എന്താ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് പല ആംഗിളിലൂടെ ഒരു പ്രശ്നം നോക്കി കാണാനുള്ള ഒരു എബിലിറ്റി ആ കുട്ടികൾക്ക് ആ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അത് എല്ലാവർക്കും ഒരേപോലെ സംഭവിക്കുന്നതാണ്. ഏതെങ്കിലും കുഴപ്പമില്ലാത്ത നോർമലി ആയിട്ടുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മളിലും ഇതേപോലെ വികാസം സംഭവിച്ചിട്ടാണ് നമ്മളും ഈ ഒരു സ്റ്റേജ് വരെയൊക്കെ എത്തിയിരിക്കുന്നത്. ആ സമയത്ത് നമുക്കറിയില്ല, നമ്മളിപ്പോഴാണ് ഇതൊക്കെ പഠിച്ചു തുടങ്ങിയത്. നിങ്ങൾക്കിപ്പോ പഠിച്ചു തുടങ്ങിയപ്പോ മനസ്സിലായി ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ റിയൽ ലൈഫിൽ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? യെസ്, അതൊക്കെ ഒരു തിയറി ആയിട്ട് ബുദ്ധിയുള്ളവര് എഴുതി വെച്ചിട്ടുണ്ട്. അത് പഠിക്കേണ്ട സമയമായപ്പോ നമ്മൾ പഠിച്ചു. പക്ഷെ നമ്മളുടെ എല്ലാം റിയൽ ലൈഫ് സിറ്റുവേഷൻ ആണ്. എല്ലാ സ്റ്റേജസും എന്താണ്, റിയൽ ലൈഫ് സിറ്റുവേഷൻ ആണ്. ഈ മനുഷ്യന്റെ എല്ലാവിധ കാര്യങ്ങളും സൈക്കോളജിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ 4 സ്റ്റേജസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതാണ് പിയാഷെയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് തിയറി എന്ന് പറയുന്നത് കേട്ടോ. ഏതൊക്കെ സ്റ്റേജസ് ആണ് അദ്ദേഹം പറഞ്ഞത്? 4 സീക്വൻഷ്യൽ സ്റ്റേജസിലൂടെയാണ് ഒരു കുട്ടിയുടെ ഭൗതിക വികാസം ഉണ്ടാവുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെ. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്താണ്? സെൻസറി മോട്ടോർ സ്റ്റേജ്. ഒരാളൊന്ന് ധൈര്യമുള്ള ഒരാളെന്ന് പറഞ്ഞു ഈ 4 സ്റ്റേജ് മാർക്കൊക്കെ പറയാൻ പറ്റും? ഒരാളെന്ന് പറഞ്ഞു 4 സ്റ്റേജ് എക്സ്പ്ലെയിൻ ചെയ്തേ. എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? നിങ്ങൾ മിസ്സേ
4 സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജ് 0 to 2 years ആണ്. 0 to 2 years വരെ ആണ് ഈ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. ആ സമയത്ത് കുട്ടികൾ അതായത് ഓരോ ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ മനസ്സിലാക്കി തുടങ്ങും. ഇത് ഇന്ന സാധനമാണ്, അല്ലെങ്കിൽ അച്ഛനാണ്, അമ്മയാണ്, അങ്ങനെ സാധനങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, അതിങ്ങനെ ഓരോ ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെ ഓരോ ഒബ്ജക്റ്റിനെ നമ്മൾ കുട്ടികൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. സെക്കൻഡ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 to 7 years. ആ സമയത്താണ് വൊക്കാബുലറി ഡെവലപ്മെന്റ്, അതായത് ചെറിയ ചെറിയ വാക്കുകളൊക്കെ കൂട്ടി അവർ സംസാരിച്ച് തുടങ്ങും. അതുപോലെ ഓരോ ആക്ടിവിറ്റി ഒക്കെ മനസ്സിലാകും. ഇപ്പൊ നമ്മള് പൂച്ച അല്ലെങ്കിൽ കോഴി അങ്ങനെയൊക്കെ പറയുമ്പോൾ ഹെൻ എന്ന് പറയുമ്പോൾ അവരത് മനസ്സിൽ വരും അവർക്ക്, അത് പൂച്ചയാണ് അങ്ങനെ പറയും. മെന്റൽ ഇമേജസ് ഉണ്ടാകുന്നു. അതുപോലെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന ഒരു സ്റ്റേജും കൂടിയാണ് 2 to 7 years പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന അടുത്തൊരു ഇതാണ് ആനിമിസം. അപ്പം ജീവനില്ലാത്ത ഒരു വസ്തുവിനെ കണ്ടിട്ട്, മെസ് പറഞ്ഞോളെ പാവയെ കണ്ടിട്ട് അത് ജീവനുള്ളതായിട്ട് ഇമാജിൻ ചെയ്തിട്ട് അവരോട് സംസാരിക്കുക. ഇതാണ് ആനിമിസം എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് ആനിമിസം. Third stage is concrete operational stage. That is 7 to 11 years ആണ് concrete operational stage. ഇതിനകത്ത് മെയിനായിട്ടും ലോജിക്കൽ തിങ്കിങ്, ഓരോ പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ പോരെ മിസ്സേ? ലോജിക്കൽ തിങ്കിങ്, ലോജിക്കലായിട്ട്, അത് ലോജിക്കൽ എന്ന് പറയുമ്പം ബുദ്ധിപരമായിട്ട് ഓരോ കാര്യം, ലോജിക്കൽ സ്റ്റാർട്ട്. പിന്നെ റീസണിങ്, ഓരോ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയം. അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ, അതിനകത്ത് 3 പോയിന്റ് വരുന്നുണ്ട്. കൺസർവേഷൻ ഓഫ് നമ്പർ, കൺസർവേഷൻ ഓഫ് വോളിയം, കൺസർവേഷൻ ഓഫ് മാസ്, 3അല്ല, സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. പിന്നെ റിവൈസബിൾ ഓഫ് തോട്ട്, എബിലിറ്റി ടു തിങ്ക് ബാക്ക്വേർഡ് ഓർ ഫോർവേഡ്. അതാണ് അതിനകത്ത് വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ. അതിന് ഓരോന്നിനെ കുറിച്ച് പറയണോ? കൺസർവേഷൻ ഓഫ് മാസ്, കൺസർവേഷൻ ഓഫ് വേണ്ടേ? ഓക്കെ. ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. 11 ആൻഡ് എബവ്, അതാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനകത്ത് അബ്സ്ട്രാക്ട് തിങ്കിങ്, സിസ്റ്റമാറ്റിക് തോട്ടും ആൻഡ് പ്രോബ്ലം സോൾവിങ്. അതായത് എന്താ പറയാ, ഓരോ കാര്യം അവർക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് പ്രോബ്ലം സോൾവിങ് എന്ന്. അവർക്ക് തന്നെ, അതായത് പാരന്റ്സിന്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെ കുട്ടികൾക്ക് തന്നെ ആ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ അവർ സിസ്റ്റമാറ്റിക് ആയിട്ട് തിങ്ക് ചെയ്യും. അത് ഇന്ന ഓർഡറിലാണ് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അവർക്ക് സ്വയം മനസ്സിലാകും, സിസ്റ്റമാറ്റിക് ആയിട്ടും മനസ്സിലാവും. പിന്നെ അബ്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ എന്താണ് മാം, ഞാൻ മറന്നുപോയി. സിസ്റ്റമാറ്റിക് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ. സെൽഫ് കോൺസെപ്റ്റ്, സ്വയം ചിന്തിക്കുന്നു. ഓക്കെ മാം, താങ്ക് യു മാം. അപ്പൊ 4 സ്റ്റേജസ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? അടുത്തേക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണ്. ഇല്ല മാം, ക്ലിയർ. ഇതാണ് മേജർ സ്റ്റേജസ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. 4 സ്റ്റേജസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ പഠിക്കണം കേട്ടോ തിയറി. ഓക്കെ, മിസ് പറ. കുറച്ച് ദിവസം കഴിയത്തുന്നില്ല, ഞാൻ പറഞ്ഞാൽ പറയാം കേട്ടോ. ഞങ്ങളൊക്കെ ട്രെയിനിങ്ങിന് പോകാം ടീച്ചറെ. എപ്പോഴാണ് നിങ്ങൾ പോണത്? അടുത്ത സൺഡേ, മൺഡേ. നെക്സ്റ്റ് മൺഡേ തൊട്ട് ഞാൻ അതെ, നമ്മ അതിനു മുമ്പ് കാണും കേട്ടാ. ഓക്കെ, നിങ്ങൾ അപ്പോ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ആയിരുന്നു. നിങ്ങൾക്ക് കുറെ ദിവസം ആക്ടിവിറ്റി ആയി തന്നെ മടിച്ചുള്ളതായിട്ട് ഇരിക്കണം, കുറെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളെ വർക്കൊന്നും തീർന്നിട്ടില്ല. ഞങ്ങള് വർക്ക് തീർന്നില്ല, റെക്കോർഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യണ്ടേ? സൈക്കോളജിയുടെ ആക്ടിവിറ്റി ചെയ്യണ്ടേ? മിസ് ഞങ്ങൾക്ക് ആക്ടിവിറ്റി ഒന്നും അധികം തന്നിട്ടില്ല. തന്നോളി, ഞങ്ങള് സന്തോഷത്തോടെ സ്വീകരിക്കാം.
ആക്ടിവിറ്റി ആയിട്ട് എടുക്കണ്ട. ഞാനിപ്പോ തന്ന സ്റ്റേജസ് നല്ല വൃത്തിയായിട്ട് നിങ്ങളുടെ ബുക്കിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് എഴുതുക കേട്ടോ. ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി എന്ന് പറഞ്ഞിട്ട് അല്ലെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് തിയറി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡെഫിനേഷൻ എഴുതുക. ഇതൊന്ന് വൃത്തിയായിട്ട് 4 സ്റ്റേജസ് ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ ഓക്കെ മാം. ഓക്കെ എഴുതുന്നുണ്ടോ? വെറുതെ പറ്റിക്കരുത്. ഞങ്ങളുടെ നോട്ട്ബുക്കിലല്ലേ എഴുതേണ്ടത്? ആ നോട്ട്ബുക്കിൽ എഴുതിക്കോ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ട് മെന്റൽ ഇമാജിസ് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചു. എനിക്ക് ഒരുപാട് വർക്കുകളോട് വേണ്ട. മെന്റൽ ഇമാജിസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? അതെന്താ സംഭവം? മനസ്സിലായില്ല മസേ. നോട്ട് ക്ലിയർ. മെന്റൽ ഇമാജിസ് അല്ലേ കുട്ടികളുടെ ഓരോ പിക്ചേഴ്സ്, അവർ ഒബ്സർവ് ചെയ്യുന്ന പിക്ചേഴ്സ്. അതിങ്ങനെ ഒരു 3-4 കണക്ട് ചെയ്തിട്ട് അതൊന്ന് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് പിന്നെ വേണ്ട, നിങ്ങൾക്ക് ഒരുപാട് വർക്കുള്ളതല്ലേ, വേണ്ട. തീരുമ്പോ തരാം ആക്ടിവിറ്റി കേട്ടോ, അതായിരിക്കും നല്ലത്. ഓക്കെ മാം. എന്തോ ഇപ്പൊ മിസ് പറഞ്ഞില്ലേ, ആക്ടിവിറ്റി ആയിട്ടല്ല ഇതിങ്ങനെ എഴുതാൻ പറഞ്ഞില്ലായിരുന്നോ, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് തിയറി. അപ്പൊ അത് ഞാനിങ്ങനെ എഴുതി വെച്ചേക്കുന്നത് നമുക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ കുറച്ച് മലയാളത്തിലൊക്കെ ചേർത്തിട്ടാ, അങ്ങനെയും കൂടെ എഴുതി വെക്കണോ? വേണ്ട, ആ സ്റ്റേജസ് മാത്രം ഇംഗ്ലീഷിൽ ഒന്ന് നോട്ട് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ മിസ്. ഓക്കെ. അതില് പിന്നെ നമ്മൾ അബ്സ്ട്രാക്ട് തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് അങ്ങനെ മാത്രമായിട്ട് പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഓരോന്നിന്റെ താഴെയായിട്ട് മലയാളത്തിൽ എഴുതണമെന്നില്ല. ഓക്കെ മിസ്. അടുത്ത ക്ലാസ്സിൽ തരോട്ട് ആക്ടിവിറ്റി. ഇനി പറയരുത് ചെയ്യില്ല. ഇല്ല മിസ്. ഡിസംബർ 13 വരെ റെക്കോർഡിന്റെ ടൈം. അതെന്താന്നറിയാം മിസ്സേ, ഡ്രാമയൊക്കെ എഴുതാനുണ്ട് മറ്റേ ഇപ്പൊ 2ാമത്തെ റെക്കോർഡിൽ. അപ്പൊ ഡ്രാമയൊന്നും എങ്ങനെ നോക്കിയിട്ടും കിട്ടുന്നില്ല. ഡ്രാമയൊക്കെ തപ്പിയെ കിട്ടും. അതിൽ തന്നെ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നേ. സ്വന്തമായി ആദ്യം ഒന്ന് എഴുതി നോക്കാം, എത്തിക്കോട്ടെ. എന്നിട്ട് പിന്നെ 2-3 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിൽ ഭയങ്കര വെല്ലായിട്ട് എഴുതാൻ പറ്റും. ചെയ്ത് നോക്കും നിങ്ങൾ. ചെറിയൊരു കഥ സങ്കല്പിക്കുക, ഇന്ന കാര്യമായിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് അതിൽ കുറച്ച് ഡയലോഗൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്തു. ക്രിയേറ്റീവ് ആയിട്ടങ്ങ് പോരട്ടെ, ക്രിയേറ്റീവ് തിങ്കിങ് നടക്കട്ടെ. അതൊരു വലിയ പരീക്ഷണമായി പോവില്ലേ? പിന്നെ നമ്മൾ ആരും ചെയ്യാൻ പോണേ, ആരും ചെയ്യാൻ പറ്റില്ല. തന്നെ ചെയ്തോളൂ കേട്ടാ. അല്ലെങ്കിൽ അന്വേഷിക്കുക. ഒരുപാട് ഡ്രാമ ഇംഗ്ലീഷിലല്ലേ നിങ്ങൾ എഴുതണേ? അതെ അതെ. ടീം ഉണ്ടോ? ഇല്ല, എനി അതർ സ്റ്റോറി അങ്ങനെയാ തന്നേക്കുന്നത്. നോവൽ, മൈമ്, അങ്ങനെയൊക്കെയാ തന്നേക്കുന്നത്. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നവരാ? പറഞ്ഞോട്ടെ മാം. A positive attitude gives you power to overcome your circumstance. ഒരു പോസിറ്റീവ് മനോഭാവം നിങ്ങളുടെ സാഹചര്യങ്ങൾ തരണം ചെയ്യാനുള്ള ശക്തി നൽകുന്നു. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ മാം, ബൈ. ഓക്കെ.